നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂലൈ മാസത്തെ മൂലം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. മൂലം നക്ഷത്രം എന്ന് പറയുമ്പോൾ ധനുക്കൂറാണ്. ധനുക്കൂറുകാർക്ക് ചന്ദ്രലഗ്നാധിപതി വ്യാഴമാണ്. വ്യാഴം നിവർത്തി സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ മാസത്തിൽ നല്ല ദൈവാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നല്ല വിജയം നേടാനായിട്ട് സാധിക്കും. മറ്റുള്ളവരുടെ സഹായം കൊണ്ട് കാര്യങ്ങൾ അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം 3-ാം ഭാവത്തിൽ അമൃതവർഷഖണ്ഡകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ 3-ാം ഭാവാധിപതി അനിഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് ശനി. അപ്പോൾ അത് കാരണം കൊണ്ട് വീട് വിട്ടു നിൽക്കാനിട വരിക, വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അലസത, നിരാശ പോലെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അനുഭവപ്പെടുക. അതേപോലെ തന്നെ സഹായിക്കേണ്ട വ്യക്തികളുടെ പെരുമാറ്റം അത്ര അനുകൂലമായിട്ട് വരില്ല. മറ്റൊരാൾ സഹായിച്ചിട്ട് ഗുണം കിട്ടാനുള്ള യോഗമില്ല. സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന പ്രവൃത്തിയിൽ വിജയിക്കാനുള്ള യോഗം ഉണ്ട്. വിശ്രുത ഗുണ എന്ന് പറയുന്നൊരു യോഗമുണ്ട്. അപ്പോൾ വിശ്രുത ഗുണ എന്ന് പറയുന്നൊരു യോഗം എന്ന് വെച്ചാൽ കീർത്തി കേൾക്കുക എന്നാണ്. കീർത്തി കേൾക്കുക എന്ന് പറഞ്ഞാൽ 4 പേർ അറിയപ്പെടുന്ന പൊസിഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അവനവന് പ്രത്യേകിച്ചും സ്കില്ല് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ 4 പേർ അറിയപ്പെടും എന്നുള്ള ഒരു ഗുണമുള്ള മാസമാണ്. എങ്കിലും കർമാധിപതി അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. നിപുണായോഗം ചെയ്താണ്. അപ്പോൾ ഭാഗ്യ കർമാധിപന്മാർ അഷ്ടമത്തിലേക്ക് പോയത് കാരണം കൊണ്ട് തന്നെ കുറച്ച് ഭാഗ്യക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ, സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ ഉണ്ടാകാനും തൊഴിലിൽ അതൃപ്തി ഉണ്ടാകാനും സാധ്യതയുള്ളൊരു മാസം കൂടിയാണ്. ഭാഗ്യസ്ഥാനത്ത് ഘണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം കൊണ്ട് പൂർവ്വപുണ്യ ദുരിതങ്ങളാണ് അനുഭവിക്കാനുള്ളൊരു യോഗം ഈ സമയത്തുള്ളത്. മാനസികമായിട്ട് കുറച്ച് ടെൻഷനും ആവശ്യമില്ലാത്ത വാശി പോലെയുള്ള കാര്യങ്ങളും അനുഭവപ്പെട്ടുകൂടായികയുമില്ല. ശുക്രൻ സ്വക്ഷേത്ര ബലവാനാണ്. ഭോഗകാരകനായിരിക്കുന്ന ശുക്രനാണ്. എല്ലാ ഭൗതിക സുഖങ്ങളെയും തരേണ്ട ശുക്രൻ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നുണ്ട്. എന്നാൽ പോലും ശത്രുസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണമുണ്ട് അത് നമുക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സൗഭാഗ്യങ്ങളും സുഖവും തരാതെ ഇരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. എന്നാൽ എല്ലാ ഭൗതിക സുഖങ്ങളും കിട്ടും, പക്ഷേ അതിലൊന്നും ഒരു പൂർണ്ണ തൃപ്തി ഉണ്ടാകില്ല എന്ന് പറയുന്നൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നടുവേദന പോലെയുള്ള രോഗങ്ങൾ, അതേപോലെ തന്നെ കാലിൻ്റെ നടു മുതൽ മുട്ടുവരെയുള്ള ഭാഗത്ത് ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ഓപ്പറേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് അതിന് സാധ്യതയുള്ളൊരു സമയം കൂടിയായിട്ട് കാണുന്നത്. അത് കാരണം കൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം. ദൈവാധീനമുണ്ട്. എന്നാൽ പോലും ഉപാസനാ സ്ഥാനാധിപതി രാഹുകേതുക്കളുടെ ബന്ധനത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ദേവീക്ഷേത്രത്തിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാടൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ജോലിയില്ലാത്തവരൊക്കെ സ്വയം മുന്നിട്ടിറങ്ങി അന്വേഷിച്ചാൽ നല്ല ജോലി കിട്ടാനായിട്ട് യോഗം കാണുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായിരിക്കുന്ന ഗുണഫലം പറയാൻ സാധിക്കില്ല. വീട് വിട്ട് നിൽക്കാൻ യോഗമുള്ള സമയമാണ്. അപ്പോൾ തൊഴിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വീട് വിട്ട് നിൽക്കുകയും അതിൻ്റേതായിരിക്കുന്ന സ്വസ്ഥതക്കുറവും സുഖക്കുറവും അനുഭവപ്പെടാൻ ഇടവരാനുള്ള സാധ്യതയും കൂടുതലാണ്. അതേപോലെ തന്നെ നല്ല രീതിയിലും നല്ല ഉദ്ദേശത്തിലും സംസാരിച്ചാലും ആ സംസാരം കേൾക്കുന്നവർക്ക് വേണ്ട രീതിയിൽ ഗുണപ്രദമായിട്ടും ഇഷ്ടപ്രദമായിട്ടും തോന്നാനുള്ള സാധ്യത കുറവായ ഒരു സമയമാണ്. അതും ഒന്ന് മനസ്സിൽ വയ്ക്കുക. എന്തായാലും ഗണപതി ഹോമം ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, ദേവീക്ഷേത്രത്തിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്യുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. വലിയ ദോഷമില്ലാതെ ഈ മാസത്തിലെന്നാൽ മൂലം നക്ഷത്രക്കാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.